മുംബൈ ലോക്കൽ ട്രെയിനിൽ നിന്ന് വീണ് 5 യാത്രക്കാരൻ മരിച്ചു. 8 യാത്രക്കാർ ട്രാക്കിലേക്ക് വീണു. ആ റെയിൽവേ സ്റ്റേഷനിൽ ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീനാഥ്, എങ്ങനെയാണ് ഈ യാത്രക്കാർ റെയിൽവേ പാതയിലേക്ക് വീഴാനിടയായ സാഹചര്യം? എന്തായാലും അങ്ങേയറ്റം ദാരുണമാണ് ശ്രീനാഥ്. ഹാഷ്മി, ഞാനിപ്പോൾ ഉള്ളത് മുംബ്ര റെയിൽവേ സ്റ്റേഷനിലാണ്. ഈ റെയിൽവേ സ്റ്റേഷനെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ കാണുന്നതാണ്. അതായത് ഇവിടെ ഫാസ്റ്റ് ട്രെയിനുകൾ, അതായത് അതിവേഗത്തിൽ പോകുന്ന സ്റ്റോപ്പുകൾ കുറവുള്ള ട്രെയിനുകൾക്ക് ഇവിടെ സ്റ്റോപ്പില്ല. അത് തന്നെ കടന്നു വരുന്നവട്ടെ ഒരു കേവാണ്, ഒരു വലിയൊരു വളവാണ്. ഈ വളവിൽ വെച്ചാണ് ഈ തരത്തിൽ ഒരു ഫാസ്റ്റ് ട്രെയിനിൽ വന്ന ആളുകൾ ഈ ട്രെയിനകത്ത് ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു. അതിന് വഹിക്കാൻ കഴിയുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അതിൽ ചിലരാണ് ഈ റെയിൽവേ ട്രാക്കിലേക്ക് ഈ തിരക്കിൽ വീണു പോകുന്നത്. വാതിൽക്കൽ നിന്നിരുന്ന ആളുകളാണ്. നമുക്കറിയാം, മുംബൈയിലെ സബർബൻ ട്രെയിനുകളിലെ കാഴ്ചകൾ പൊതുവിൽ ഈ തരത്തിലാണ്. രാവിലെ ആകുമ്പോഴേക്കും നല്ല തിരക്ക് സ്വാഭാവികമായും ഉണ്ടാകും. ഇപ്പോൾ റെയിൽവേ ട്രാക്കിൽ നമുക്ക് കാണാം ഈ അപകടത്തിൽപ്പെട്ട ആളുകളുടെ ചെരുപ്പുകളും ബാഗുകളും ഒക്കെ ഇപ്പോഴും റെയിൽവേ ട്രാക്കിൽ ഇങ്ങനെ ചിതറിക്കിടക്കുന്നത് കാണാം. 5 പേരുടെ മരണമാണ്. അതിൽ 2 പേർ സ്ത്രീകളാണ് എന്നതാണ് നമുക്ക് ഇവിടെ എത്തിയപ്പോൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ വളവാണ് യഥാർത്ഥത്തിൽ അപകടത്തിന് ഒരു കാരണം. രണ്ടാമത്തേത്, ട്രെയിനിൽ അതിന് വഹിക്കാൻ കഴിയുന്നതിലധികം ആളുകൾ സഞ്ചരിച്ചു എന്നത്. യഥാർത്ഥത്തിൽ മുംബൈയിൽ ഈ ലോക്കൽ ട്രെയിനുകളിൽ, അതായത് സബർബൻ ട്രെയിനുകളിൽ നിന്ന് വീണ് ആളുകൾ മരിക്കുന്ന സംഭവം ആദ്യത്തേതല്ല. മുംബൈയിൽ പലപ്പോഴും സംഭവിക്കുന്നതാണ്. ഓരോ വർഷത്തെ കണക്കെടുക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകളെങ്കിലും മരിക്കുന്നു എന്നതാണ് ആ ഒരു ഔദ്യോഗികമായ കണക്ക് പോലും. പക്ഷേ ഇത്രയധികം പേർ ഒരുമിച്ച് കൂട്ടത്തോടെ അപകടത്തിൽപ്പെടുന്നത് അത് അപൂർവമാണ്. അത്തരമൊരു സംഭവമാണ് ഇന്ന് രാവിലെ 9:30 ഈ മുംബൈയിലെ താനേക്കടുത്തുള്ള മുംബ്ര റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് ഇന്ന് രാവിലെ ഉണ്ടായത്. പരിക്കേറ്റ ആളുകൾ ഏതാണ്ട് 13ഓളം പേരുകൾ വീണു എന്നതാണ്. മധ്യ റെയിൽവേയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ 8 എന്നൊരു സംഖ്യയാണ് പറയുന്നത്. 13 പേരെങ്കിലും വീണിട്ടുണ്ട് എന്നതാണ് ദൃക്സാക്ഷികൾ ഇവിടെ നിന്ന് പറയുന്നത്. അങ്ങനെ പരിക്കേറ്റ ആളുകളെ കൽവയിലെ, ഇവിടെ നിന്ന് അല്പ ദൂരമുണ്ട്, കൽവയിലെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കൊക്കെയായി ഇപ്പോൾ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയുമാണ്. ഏതായാലും മുംബൈയിലെ മുംബ്ര എന്ന ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തിന്റെ ഈ അപകടകരമായ വളവും അവിടെ ട്രെയിനുകൾ അമിത വേഗത്തിൽ ഇങ്ങനെ ആളുകൾ കുത്തി നിറച്ച് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അപകട സാധ്യത നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. അത് യാഥാർത്ഥ്യമായി എന്നതാണ്. ഏതായാലും റെയിൽവേ ബോർഡ് ഇപ്പോൾ പുതിയ ചില തീരുമാനങ്ങൾ ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എടുക്കുന്നുണ്ട്. അതായത് ഇനിയിപ്പോൾ ഈ കടന്നു പോകുന്നത് ഒരു AC ട്രെയിനാണ്. ഈ AC ട്രെയിനുകൾക്ക് എപ്പോഴും ഈ ഓട്ടോമാറ്റിക് ഡോർ ഉണ്ടാകും. പക്ഷേ ഈ സാധാരണ നോൺ AC ട്രെയിനുകൾക്ക് അത് ഉണ്ടാവാറില്ല. ഇനി അത് എല്ലാ ട്രെയിനുകളിലും നിർബന്ധമാക്കും എന്നൊരു തീരുമാനം ഇപ്പോൾ റെയിൽവേ ബോർഡ് ദില്ലിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം മുംബൈയിലെ ഈ തിരക്ക് പരിഗണിക്കുമ്പോൾ, ഈ യാത്രാ സൗകര്യത്തിൻ്റെ അപര്യാപ്തതയൊക്കെ പരിഗണിക്കുമ്പോൾ അത് എത്രത്തോളം നടപ്പാകും എന്ന കാര്യം അറിയില്ല. ഏതായാലും ഇപ്പോൾ പോലും ഈ ഫാസ്റ്റ് ട്രെയിൻ കടന്നു വരുമ്പോൾ ഇവിടെ ഇപ്പോൾ പോലീസുകാർ കാണിക്കുന്ന ജാഗ്രതയിൽ നിന്ന് തന്നെ മനസ്സിലാകും അത് എത്രത്തോളം വേഗത്തിൽ ആ വളവ് തിരിഞ്ഞു വരുമ്പോൾ ആളുകൾ കുത്തി നിറച്ച് ഈ ഫുട്ബോളിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള അപകടം, ആ ഒരു അപകടമാണ് ഇന്ന് രാവിലെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും 5 പേരുടെ മരണം ദാരുണമായ ആ ദുരന്തത്തിൽ ഉണ്ടാവുന്നു. ഹാഷ്മി, ശ്രീനാഥ്, ഈ ലൈവ് തുടങ്ങിയതിന് ശേഷം മാത്രം 3-4 തീവണ്ടികൾ പോയി ഇത്ര ചെറിയ സമയത്തിനുള്ള. അപ്പോൾ അത്രയധികം തീവണ്ടികൾ പോകുന്നൊരു റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ അതിനോടൊരു എന്താണ്, അങ്ങനെ ഉണ്ടാവാതിരിക്കാനൊരു ഏതെങ്കിലും ബേസിക് നടപടികൾ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നത് നിരാശാജനകമാണ് ശ്രീനാഥ്. തീർച്ചയായും ഈ ഒരു അപകടം യഥാർത്ഥത്തിൽ മുൻകൂട്ടി കാണാൻ കഴിയുന്നത് തന്നെയാണ്. പലപ്പോഴും ഭാഗ്യം കൊണ്ട് മാത്രം ഒഴിവായി പോകുന്ന അപകടങ്ങളാണ് മുംബൈയിലേത്. സബർബൻ ട്രെയിനുകളിൽ നിന്ന് വീണ് ആയിരക്കണക്കിന് ആളുകൾ ഓരോ വർഷവും മരിക്കുന്നുണ്ട് എന്നതാണ് ഔദ്യോഗികമായ കണക്ക്. ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് ആളുകൾ ഇങ്ങനെ കുത്തി നിറച്ച് ഫുട്ബോർഡിൽ തൂങ്ങിപ്പിടിച്ച് യാത്ര ചെയ്യുന്നു. രാവിലെ സമയമാണ്. ഈ താനെ ഭാഗത്തേക്ക് പോകേണ്ട ആളുകളാണ് അതിൽ ഉണ്ടായിരുന്നത്. ഈ വളവിൽ അമിത വേഗത്തിൽ ഈ വളവ് തിരിഞ്ഞ് ഈ ട്രെയിൻ വന്നപ്പോൾ അവിടെ പിടിവിട്ട് അതിനുള്ളിൽ ഉണ്ടായിരുന്ന തിക്കിലും തിരക്കിലും വിട്ട് വാതിൽക്കൽ ഉണ്ടായിരുന്ന ആളുകൾ ട്രാക്കിലേക്ക് വീഴുന്ന ഒരു സംഭവമാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിന് യഥാർത്ഥത്തിൽ ഈ ഓട്ടോമാറ്റിക് ഡോർ സംവിധാനമൊക്കെ നടപ്പാക്കേണ്ടതുണ്ട്. പക്ഷേ മുംബൈയെ പോലെ ഒരു മഹാനഗരത്തിൽ ട്രെയിനുകളുടെ അതിൻ്റെ ഏറ്റവും പരമാവധി കപ്പാസിറ്റിയും കഴിഞ്ഞ് സഞ്ചരിക്കുന്ന നമുക്ക് കാണാം. ഈ ഫ്രീക്വൻസി പോലും നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുന്നതാണ്. ഓരോ മിനിറ്റിലും എത്ര ട്രെയിനുകൾ വെച്ച് ഒരേ ട്രാക്കിലൂടെ കടന്നു പോകുന്നു എന്ന് നമ്മൾ കാണുന്നതാണ്. അതായത് അതിൻ്റെ ഒരു പരമാവധിയിലാണ് യഥാർത്ഥത്തിൽ ഈ സെൻട്രൽ ലൈൻ അടക്കം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ ഓട്ടോമാറ്റിക് ഡോർ സംവിധാനമൊക്കെ നടപ്പാക്കുന്നത് അത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന് അറിയില്ല. പക്ഷേ എന്നാൽ
പോലും അത് ആവശ്യമാണ്. കാരണം ഈ തരത്തിലുള്ള അപകടങ്ങൾ ഇനിയെങ്കിലും ഉണ്ടാവാതിരിക്കണം. അതിന് ഇത്തരത്തിലുള്ള ഒരു വലിയ ദുരന്തം സംഭവിച്ചപ്പോഴെങ്കിലും അതിനൊരു കാരണമായെങ്കിലും മാറണം എന്നതാണ് നമുക്ക് മുംബ്രയിൽ നിന്ന് പറയാൻ കഴിയുന്നത്. ഏതായാലും ദാരുണമായ സംഭവം. ഇവിടെയുള്ള നാട്ടുകാരൊക്കെ തന്നെ രാവിലെ വന്ന് സംസാരിക്കുമ്പോൾ അവരൊക്കെ അതിൻ്റെ ഒരു നടുക്കം രേഖപ്പെടുത്തുകയാണ്. അതിൻ്റെ ഭീകരമായ ദൃശ്യങ്ങൾ ചിലത് നമുക്ക് സംപ്രേഷണം ചെയ്യാൻ പോലും കഴിയാത്ത വിധമായിരുന്നു. ഈ ട്രെയിൻ കടന്നു പോകുന്ന സമയത്ത് തന്നെ പുഷ്പക് എക്സ്പ്രസ് കടന്നുപോയി എന്നൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും ഈ തരത്തിൽ സബർബൻ ട്രെയിനുകൾക്കൊപ്പം തന്നെ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. മറ്റൊരു എക്സ്പ്രസ് ട്രെയിൻ കടന്നു വരുന്നുണ്ട്. ഈ അപകടം നടന്ന സമയത്ത് മറ്റൊരു ട്രെയിൻ കൂടി അതിവേഗത്തിൽ ഇതുവഴി കടന്നുപോയി എന്ന വിവരം കൂടിയുണ്ട്. പുഷ്പക് എക്സ്പ്രസ് ആയിരുന്നു ആ സമയത്ത് കടന്നുപോയത്. അങ്ങനെ ആ നിമിഷത്തെ കാഴ്ചകൾ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സ് മരവിപ്പിക്കുന്ന തരത്തിൽ ആയിരുന്നു. ആളുകൾ, ഈ മൃതപ്രായരായ ആളുകൾ, മരണം സംഭവിച്ച ആളുകളുടെയൊക്കെ തന്നെ ആ ഒരു ദൃശ്യങ്ങൾ. ഏതായാലും മരിച്ചവരുടെ മൃതദേഹങ്ങളൊക്കെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കും മറ്റുമായൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ചിലരുടെ നില ഇപ്പോൾ ഈ ട്രാക്കിലേക്ക് ഏതാണ്ട് 13 പേരെങ്കിലും വീണിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. അതിൽ ചിലരുടെ നില ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ കൽവയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുമുണ്ട്. ഹാഷ്മി, ചീനാചന്ദ്രനാണ് മുംബ്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്നതിൻ്റെ വിവരങ്ങൾ നൽകുന്നത്. അവിടെയാണ് 8 പേർ തീവണ്ടിപ്പാളത്തിലേക്ക് വീണുപോയത്. അതിൽ 5 പേർ ദാരുണമായി അവർക്ക് മരണമുണ്ടായി. പ്രേക്ഷകർ കണ്ടു, അവിടെ ഒരു വളവുണ്ട്. അപ്പോൾ തീവണ്ടി വന്ന് ആ വളവിൽ ഇങ്ങനെ വീശിയെടുക്കുമ്പോഴേക്കും വാതിക്കൽ നിന്ന് ആളുകൾ വാതിക്കൽ നിൽക്കാനിടയ സാഹചര്യം എന്തുകൊണ്ടാണെന്നും ശ്രീനാഥ് പറഞ്ഞു. അത്രയധികം തിങ്ങി നിറഞ്ഞാണ് ഓരോ തീവണ്ടിയിലും ആളുകൾ ഉണ്ടാവുക. ആളുകൾ പുറത്തേക്ക് തെറിച്ചു വീണു. 5 പേർ മരിക്കുകയും ചെയ്തു. സങ്കടകരമാണ്.